Hi dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. അപ്പോൾ നമ്മൾ ഇന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പഴയ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സിംഗ് ഓഫീസർ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള പഴയ പണ്ട് നടന്നിട്ടുള്ള എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഭാവിയിലും ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഈ എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവരിലും കൂടെ എത്തിച്ചു കൊടുക്കുക. അവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും എന്താണ് ശ്രീചിത്രയുടെ എക്സാം, ഏത് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ബ്രീഫ് ഐഡിയാസ് നമുക്ക് കിട്ടും കേട്ടോ. എനിവേ ക്വസ്റ്റ്യൻസ് ഒന്നും നല്ല ക്ലിയർ അല്ല, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ കീ ഒന്നും അവൈലബിൾ അല്ല. എനിവേ നമുക്ക് ഉള്ള ക്ലിയറൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവാണ് എങ്കിൽ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which of the following is not applicable for patient on oral anticoagulant therapy? അപ്പോൾ ഓറൽ ആൻറ്റിക്കോലൻ തെറാപ്പി കഴിക്കുന്ന പേഷ്യൻസിന് ഏത് ക്രൈറ്റീരിയ ആണ് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ടേക്ക് ദ മെഡിസിൻ ഡെയിലി അറ്റ് 5 PM. ഇഫ് ദ ഹെമറ്റൂറിയ ഈസ് പ്രസന്റ്, കൺസൾട്ട് ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ആൾവേസ് കൗണ്ട് ദ പൾസ് റേറ്റ് ബിഫോർ ടേക്കിംഗ് മെഡിസിൻ. ഡോസേജ് ഓഫ് മെഡിസിൻ ഈസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ PTINR റിപ്പോർട്ട്സ്. അപ്പോൾ 4 ഓപ്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആൻറ്റികോയാഗുലൻ്റ്, ഓറൽ ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദർ ഈസ് വാർഫാറിൻ അല്ലേ. വാർഫാറിനെയാണ് നമ്മൾ സാധാരണ ഓറൽ ആൻറ്റികോയാഗുലൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓറൽ ആൻറ്റികോയാഗുലൻ്റ് സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. സെയിം ടൈമിൽ കഴിക്കണമെന്നാണ് നമ്മൾ ടീച്ച് ചെയ്ത് വിടുന്നത് അല്ലേ. 3 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ 4 മണിക്ക്, അല്ലെങ്കിൽ 5 മണിക്ക് അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ മെഡിസിൻസ് കഴിക്കണമെന്ന് പേഷ്യൻറ്റിന് ടീച്ച് ചെയ്യുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ ഈസ് ആപ്ലിക്കബിൾ അല്ലേ. അതുപോലെ വാർഫാറിൻ എന്ന് പറയുമ്പോൾ ഈസ് ആൻറ്റികോയാഗുലൻ്റ് ആണ്. അതുകൊണ്ട് വാർഫാറിൻ കഴിക്കുമ്പോൾ അല്ലെ 2, 5, 9, 10 259, 10 അല്ലെ എന്ന് പറയുന്ന കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് നമുക്ക് എന്തുണ്ടാവും, അതിൻ്റെ സിന്തസൈസ് കുറയും. അത് കാരണം ദർ ഈസ് ചാൻസ് ഫോർ കൊയാഗുലേഷൻ വളരെ കുറവാണ്, ബ്ലഡ് കൊയാഗുലേഷൻ ചാൻസ് കുറവുണ്ട് അല്ലേ. അപ്പോൾ കാപ്പിലറി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ടു എന്തായിട്ട് മാറാനുള്ള ഹെമറ്റൂറിയ എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ബ്ലീഡിങ്. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വാർഫാറിൻ്റെ ടോക്സിസിറ്റിയിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എനി ഹെമറ്റൂറിയ ഈസ് പ്രസന്റ്, കൺസൾട്ട് ദ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ. നെക്സ്റ്റ്, ആൾവേസ് കൗണ്ട് ദ പൾസ് റേറ്റ് ബിഫോർ ടേക്കിംഗ് മെഡിസിൻ. അപ്പോൾ പൾസ് റേറ്റ് കൗണ്ട് ചെയ്യണം, പക്ഷെ ഡെയിലി കൗണ്ട് ദ പൾസ് റേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അല്ലാതെ നമ്മൾ ആൾവേസ് കൗണ്ട് ദ പൾസ് റേറ്റ് ബിഫോർ ടേക്കിംഗ് മെഡിസിൻ എന്നല്ല, നമ്മൾ ഡെയിലി 10 AM മോർണിംഗോ എനി ടൈം, അല്ലാതെ മെഡിസിൻ കഴിക്കുന്നതിന് തൊട്ട് മുൻപേ എന്നല്ല, എനി ഓഫ് ദ ടൈമിൽ വൺസ് എ ഡേ എന്ത് ചെയ്യണം, പൾസ് അല്ലെങ്കിൽ റേഡിയൽ പൾസ് ചെക്ക് ചെയ്യണം എന്നുള്ളത് പേഷ്യൻറ്റിനെ ടീച്ച് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ദ ഡോസേജ് ഓഫ് മെഡിസിൻ ഇസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ PTINR റിപ്പോർട്ട് അല്ലേ. ദ ഡോസേജ് ഓഫ് മെഡിസിൻ അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു PTINR എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ. അപ്പം വാർഫാറിന് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ PTINR വാല്യൂസ് ആണ് നോക്കുന്നത് അല്ലെ. ഹെപ്പാരിൻ എടുക്കുമ്പോൾ APTT വാല്യൂസ് ആണ് നോക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആൾവേസ് കൗണ്ട് ദ പൾസ് റേറ്റ് ബിഫോർ ടേക്കിംഗ് മെഡിസിൻ അല്ല കേട്ടോ. ബിഫോർ അല്ല, ആഫ്റ്റർ ടേക്കിംഗ് മെഡിസിൻ ആണെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡേയ്സ്, വൺസ് എ ഡേയിൽ എനി ടൈം, ഒരു റെഗുലർ ആയിട്ട് ഒരു ടൈം 10 മണിക്ക് മോർണിംഗ് പൾസ് കൗണ്ട് ചെയ്യുക അല്ലെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എനിവേ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ എന്ന് പറയുന്ന റോങ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ഈസ് ദ റോങ് ആൻസർ. നെക്സ്റ്റ്, കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ഈസ് എ പ്രൊസീജിയർ. Coronary angioplasty is a procedure to assess the aorta and major vessels, assess the coronary artery, open the narrowed artery, occlude the abnormal connection of the artery അല്ലേ. കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒക്ലൂഡഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്, കൊറോണറി ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി വഴി അത് ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ബലൂൺ കത്തീറ്ററൊക്കെ പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നാരോയിഡ് ആയിട്ടുള്ള ആർട്ടറീസ് ഓപ്പൺ ചെയ്ത് വൈഡനിങ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ്
കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, ഓപ്പൺ ദ നാരോയിഡ് ആർട്ടറി കേട്ടോ. ഓപ്പൺ ദ നാരോയിഡ് ആർട്ടറി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഓഫ് റിട്ടൻഷൻ ഓഫ് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ്. മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിന്റെ റിട്ടൻഷൻ എത്ര കാലം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ MLC കേസ് രജിസ്റ്ററുകൾ 10 വർഷമാണ് സൂക്ഷിക്കുന്നത്. പെർമനന്റ്ലി സേവ് ചെയ്യുമോ 20 years ടിൽ ദ ലീഗൽ സെറ്റിൽമെന്റ് കേട്ടോ. അപ്പോൾ ഇവിടെ MLC കേസ് രജിസ്റ്ററുകൾ സാധാരണ ഇറ്റ് ഈസ് പെർമനന്റ്ലി കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങനെ ഡിസ്പോസിങ് ഒന്നും വരത്തില്ല. ഇറ്റ് ഈസ് പെർമനന്റ്ലി കീപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ്. ഓക്കെ, അവിടെ ഓപ്ഷൻ സി തന്നെയാണ് വീണ്ടും കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റിലോട്ട് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ട്രയാജ് മീൻസ് വാട്ട് ഈസ് ട്രയാജ് അല്ലെ. ട്രയാജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോർട്ടിങ് ഓഫ് വിക്ടിംസ് അല്ലെ. അപ്പം എമർജൻസി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇഞ്ചേർഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ സോർട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ട്രയാജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇറ്റ്സ് എ പ്ലാനിങ്, അസസിങ്, പ്രയോറിറ്റൈസിങ്, ഇവാലുവേറ്റിംഗ് അല്ലെ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റൈസിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, rescues should initiate in dash order, A B C order, C A B order, B C A order, C B A. A means airway, breathing, circulation. C means circulation, airway, breathing. Next, breathing, circulation, airway, C B A അല്ലേ. അപ്പോൾ നമ്മൾ CPR അഡൽട്ട് ബേസിക് CPRൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ചെസ്റ്റ് കംപ്രഷൻ followed by open the airway by head tilt and chin lift method, then give a bag and mask ventilation അല്ലേ. അപ്പോൾ ക്യാബ് പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്യാബ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോളൂ. The route of transmission of MRSA. Next question, the route of transmission of MRSA അല്ലേ. അപ്പോൾ MRSA by nasal carrier അല്ലെങ്കിൽ by hand carrier അല്ലെ, by contact. അപ്പോൾ MRSA എപ്പോഴും കോണ്ടാക്റ്റ് ആണ് പറയുന്നത്. അപ്പം the route of transmission of MRSA by hand carrier കേട്ടോ, നേസൽ ആൻഡ് ഹാൻഡ് കാരേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാൻഡ് കാരേജ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഓഫ് ഹോൾ ബ്ലഡ് ഈസ് അല്ലെ. ഇപ്പോൾ ബ്ലഡ് പ്രോഡക്ട്സ് ഉണ്ട്, ഓരോ ബ്ലഡ് പ്രോഡക്ട്സും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണ് വരുന്നത്. എനിവേ ഹോൾ RBC അല്ലെങ്കിൽ ഹോൾ ബ്ലഡ് ഒക്കെ നമ്മൾ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ 2 to 6 degrees Celsius ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, a recommended time to administer antibiotic prophylaxis prior to surgery. Recommended time to administer antibiotic prophylaxis prior to surgery. ഒരു സർജറി തുടങ്ങുന്നതിന് എത്ര മിനിറ്റ് മുമ്പാണ് ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് തുടങ്ങുന്നത് അല്ലെ. അപ്പോൾ എനി ഇൻവേസീവ് പ്രൊസീജിയർ, എനി ട്യൂബിങ്സ് അല്ലെ, ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രൊഫൈലാറ്റിക് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യും അല്ലെ. സാധാരണ 30 minutes to 1 hour വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TB patient should be nursed with an isolation room അല്ലെ. TB പേഷ്യന്റിനെ ആൾവേസ് വി ആർ ഗിവിങ് എ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ കേട്ടോ. നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ ആണ് TB പേഷ്യന്റിന് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത വീണ്ടും MRSA അതായത് ഇൻഫെക്ഷൻ കൺട്രോളിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. MRSA നാസൽ കാരിയർ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത്. MRSA നാസൽ കാരിയർ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് മെഡിസിൻ്റെ പേരാണ് 1% മ്യൂപ്പിറോസിൻ കേട്ടോ. 1% മ്യൂപ്പിറോസിൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീസെറിബ്രേറ്റ് പോസ്റ്ററിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് അല്ലെ. ഡീസെറിബ്രേറ്റ് പ്രൊസീജിയർ ഡീസെറിബ്രേറ്റ് പോസ്റ്റർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡീസെറിബ്രേറ്റ്
posturing can be described as അല്ലേ adduction in arms at the level of shoulder, rigid extension and pronation of arms and legs, flaccid paralysis of all extremities, abnormal flexion of upper extremities കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ എളുപ്പ വഴിയുണ്ട്, ഡീസെറിബ്രേറ്റും ഡീകോർട്ടിക്കേറ്റും കേട്ടോ. അപ്പം ഡീകോർട്ടിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലക്ഷൻ ചേർത്താണ് വരുന്നത്. ഡീസെറിബ്രേറ്റിൽ എപ്പോഴും അല്ലെ ഡീസെറിബ്രേറ്റിൽ ആണ് കൂടുതലുള്ള, അതുകൊണ്ട് എക്സ്റ്റൻഷൻ ചേർത്താണ് വരുന്നത് കേട്ടോ. അപ്പം ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എക്സ്റ്റൻഷൻ ഉള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. റിജിഡ് എക്സ്റ്റൻഷൻ ആൻഡ് പ്രൊണേഷൻ ഓഫ് ആംസ് ആൻഡ് ലെഗ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, hyperventilation can lead to respiratory alkalosis, metabolic alkalosis, respiratory acidosis, metabolic acidosis. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പർ വെന്റിലേഷൻ അല്ലേ. അപ്പം നോർമൽ നമ്മുടെ ഫിസിയോളജിയിൽ നമുക്ക് നോർമൽ റെഗുലേഷൻ ആസിഡ് ബേസ് ബാലൻസ് റെഗുലേഷനിൽ നോർമലി ഒരാൾക്ക് അസിഡോസിസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് കറക്റ്റഡ് ബൈ ഹൈപ്പർ വെന്റിലേഷൻ അല്ലെ. നോർമൽ കണ്ടീഷനിൽ ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യുമ്പോൾ അസിഡോസിസ് ഷുഡ് ബി കറക്റ്റഡ് അല്ലെ. പക്ഷേ ലങ് ഡിസീസ് ഉള്ളവർക്ക് ഹൈപ്പർ വെന്റിലേഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെ, COPD അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെ, അവിടെ അവർക്ക് ഹൈപ്പർ വെന്റിലേഷനെ പറ്റത്തുള്ളൂ. ഒരു ശക്തമായ ഹൈപ്പർ വെന്റിലേഷൻ പറ്റുന്നില്ല അല്ലെ. ഹൈപ്പർ വെന്റിലേഷൻ കേസുകളിൽ എന്താണ് വരുന്നത്? ഹൈപ്പോ വെന്റിലേഷൻസിൽ എന്തുണ്ടാവും? അസിഡോസിസിലോട്ട് പോകും അല്ലെ. ഹൈപ്പോ വെന്റിലേഷൻ ഈസ് ഓൾവേസ് അസിഡോസിസ്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പർ വെന്റിലേഷൻ അല്ലെ. അപ്പം നോർമലി ഹൈപ്പോ വെന്റിലേഷൻസ് അല്ലെ, അല്ലെങ്കിൽ ഹൈപ്പോ വെന്റിലേഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തിലോട്ട് മാറും? അത് റെസ്പിറേറ്ററി ആൽക്കലോസിസിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഹൈപ്പർ വെന്റിലേഷൻ ക്യാൻ ലീഡ് ടു അല്ലെ, അതായത് ഹൈപ്പോ വെന്റിലേഷൻ എടുക്കാൻ പറ്റാത്തവർ എന്തിലോട്ട് പോകും? ആൽക്കലോസിസിലും. അതുപോലെ ഹൈപ്പർ വെന്റിലേഷൻ എടുക്കാൻ പറ്റാത്തവർ അസിഡോസിസിലും പോകും. അതായത് നോർമൽ കേസിനെ നമ്മൾ തിരിച്ചിട്ടാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ കിട്ടുന്നത് കേട്ടോ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹൈപ്പർ വെന്റിലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും? അസിഡോസിസ്. ആൻഡ് നോർമൽ ഹൈപ്പോ വെന്റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആൽക്കലോസിസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലങ്സ് ഡിസീസ് ഉള്ള പേഷ്യൻറ്റ് ലങ്സ് ഡിസീസ് ഉള്ളവർക്ക് അവർക്ക് എന്ത് പറ്റില്ല? COPD അങ്ങനെയൊക്കെയുള്ള ലങ്സ് ഡിസീസ് ഉള്ള കണ്ടീഷൻസിൽ ഹൈപ്പർ വെന്റിലേഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്തിലോട്ട് പോകും? റെസ്പിറേറ്ററി അസിഡോസിസ്. സെയിം തന്നെ ഹൈപ്പോ വെന്റിലേഷൻ എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഹൈപ്പർ വെന്റിലേഷനിൽ ഇരിക്കുവാണ് അല്ലെ. അതായത് നല്ലതുപോലെ വെന്റിലേഷനിലിരിക്കുന്ന പേഷ്യൻ്റ്, ശക്തമായിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ്, അവരൊക്കെ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻ്റ് അല്ലെ. അപ്പോൾ ആ പേഷ്യൻ്റ് എപ്പോഴും എന്തിലോട്ട് പോകും? ആൽക്കലോസിസ് കേട്ടോ. അപ്പോൾ ഹൈപ്പർ വെന്റിലേഷൻ ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻ ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി അസിഡോസിസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 'Next question ശ്രദ്ധിച്ചോളൂ. The most effective precautions for the prevention of myasthenic and cholinergic crisis: to do all work early in the day, doing muscle strengthening and exercise, taking medicine on time, eating large and well balanced diet. അല്ലേ, മൈസ്തീനിയ ആൻഡ് കോളിനർജിക് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് മെഡിസിൻ എക്സാക്റ്റ് ടൈമിൽ കഴിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റൈൽ കൊളീനാണ് എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അസറ്റൈൽ കൊളീൻ റീപ്ലേസ് ചെയ്യുന്ന കേസുകളിൽ
അസറ്റൈൽ കൊളീൻ റീപ്ലേസ് ചെയ്യുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ അസറ്റൈൽ കൊളീൻ ഡെഫിഷ്യൻസി വരികയും എന്തിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, പാരാലിസിസ് വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സെൻട്രൽ കാർഡിയക് കൺട്രോൾ റീജിയൻ ഓഫ് ദ ബ്രെയിൻ അല്ലെ. സെൻട്രൽ കാർഡിയക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാസോ മോട്ടോർ സെന്റർ അല്ലെ. വാസോ മോട്ടോർ സെന്റർ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ മെഡുല്ല ഓംബ്ലാങ്കേറ്റ അല്ലെ. മെഡുല്ല ഓംബ്ലാങ്കേറ്റ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, an unresponsive and pulseless patient is brought to the emergency room after being accident and neck injury is suspected. The patient airway is opened by which method അല്ലെ. അപ്പം നമുക്ക് നെക്ക് ഇഞ്ചറിയിൽ എയർവേ ഈസ് ഓപ്പൺ ഓൾവേസ് ബൈ ജോ തസ്റ്റ് മെത്തേഡ് അല്ലെ. അപ്പോൾ ജോ തസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് CPR ഉണ്ട്, CPR ബൈ 1 റെസ്ക്യൂ CPR ഉണ്ട്, അതുപോലെ CPR ബൈ 2 റെസ്ക്യൂ CPR ഉണ്ട്. ഓക്കെ, അപ്പം 1 റെസ്ക്യൂ CPR ഉണ്ട്. 1 റെസ്ക്യൂ CPR ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എയർവേ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. ഇനി ഇതുപോലെ സ്പൈനൽ ഫ്രാക്ചർ അല്ലെങ്കിൽ സെർവിക്കൽ ഏരിയയിൽ ഫ്രാക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 റെസ്ക്യൂ വേണം CPR കൊടുക്കാൻ. അതിൽ 1 റെസ്ക്യൂ ഈസ് ബിഹൈൻഡ് ദ നെക്ക് അല്ലെ. നെക്കിന് പുറകിൽ വന്നതിന് ശേഷം ആം റെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ജോ തെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ചിൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇവിടെ ജോ തെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ. ജോ ഈസ് ദ മൂവബിൾ ബോൺ അല്ലെ. അപ്പം മൂവബിൾ ആയിട്ടുള്ള ജോ ബോൺ മാത്രം തെസ്റ്റ് ചെയ്ത് എയർവേ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡാണ് ഇൻ കേസ് ഓഫ് സ്പൈനൽ ഇഞ്ചറീസ് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. സ്ഥിരമായിട്ട് ശ്രീചിത്രം മാത്രമല്ല, മിക്ക പരീക്ഷകളിലും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, the proper water in the water seal chamber of a chest drainage system. The purpose of water in the water seal chamber of chest drainage system അല്ലെ. അപ്പം ചെസ്റ്റ് ട്യൂബ് കണക്റ്റഡ് ടു വാട്ടർ സീൽ ഡ്രെയിനേജ് അല്ലെ. അപ്പം ചെസ്റ്റ് ട്യൂബിൽ എക്സസ് ആയിട്ടുള്ള പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ടു ദ വാട്ടർ സീൽ ചേമ്പർ അല്ലെ. അപ്പം വാട്ടർ സീൽ ചേമ്പറിൽ 20 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഓഫ് പ്രഷറിൽ വാട്ടർ ഇട്ടിട്ടുണ്ട്. അവിടെ ദർ ഈസ് എ 1 വേ വാൽവ് അല്ലെ. ഒരു 1 വേ വാൽവ് ഉണ്ട്. അപ്പോൾ ഈ 1 വേ വാൽവിലൂടെ എയർ എൻ്റർ ടു ദ വാട്ടർ സീൽ ചേമ്പർ അല്ലെ. തിരിച്ച് റിട്ടേൺ ടു പ്ലൂറൽ സ്പേസിലോട്ട് റിട്ടേൺ എയർ പോകത്തില്ല അല്ലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ടു പ്രിവെൻറ്റ് ദ എൻട്രൻസ് ഓഫ് എയർ ബാക്ക് ഇൻ ടു ദ പ്ലൂറൽ സ്പേസ്. അപ്പോൾ ഈ 1 വേ വാൽവ് ഇൻ ദ വാട്ടർ സീൽ ചേമ്പർ. ഓക്കെ, അപ്പം ഓരോ ഇൻസ്പിറേഷൻ എടുക്കുമ്പോഴും അല്ലെ, നോർമൽ പേഷ്യൻ്റ് ആണെങ്കിൽ ഓരോ ഇൻസ്പിറേഷൻ എടുക്കുമ്പോഴും ദർ ഈസ് എ ഫ്ലക്ച്വേഷൻ സീൻ ഇൻ ദ വാട്ടർ സീൽ ചേമ്പർ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഈസ് വർക്കിംഗ് അല്ലെങ്കിൽ ഫങ്ഷനിങ് നോർമൽ. അല്ലെങ്കിൽ സെയിം തന്നെ പേഷ്യൻ്റ് ഇൻ ഓൺ വെന്റിലേറ്റർ എവരി എക്സ്പിറേഷൻ ടൈം the water is fluctuation, it means it is working properly. Okay, അപ്പോൾ ഇവിടെ always there is a 1 way valve to prevent the sealing of air, prevent backflow into the pleural space into chest cavity കേട്ടോ. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. prevent the entrance of the air into the pleural cavity is the correct answer for this question. Next, question number 17. വാട്ട് ഈസ് ദ കോമണസ്റ്റ് കോസ് ഓഫ് കാർഡിയോപൾമണറി അറസ്റ്റ് ഇൻ ചിൽഡ്രൻ അല്ലേ. അപ്പോൾ ചിൽഡ്രന് നമ്മൾ ബർത്ത് അസ്പേസിയ എന്ന് പറഞ്ഞിട്ടാണ് ചിൽഡ്രൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബർത്ത് അസ്പേസിയ എന്നെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൾസ് അല്ലേ, പൾസ് വീക്ക് ആയിരിക്കും അല്ലെ. പൾസ് വീക്ക് ആയിരിക്കും, പൾസ് ബിലോ 60 അല്ലെ റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. പൾസ് 100 വരുമ്പോൾ ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. എബോവ് 100 ആകുമ്പോൾ പേഷ്യൻറ്റ് എബോവ് ടു 100 to 120 സ്റ്റാർട്ട് വിത്ത് ഓക്സി വുഡ് അല്ലെ. ഓക്സി വുഡ് വെച്ച് റെസിസ്റ്റേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കാനുള്ള പോയിന്റുകളാണ്. എനിവേ കോമൺ കോസ് ഓഫ് കാർഡിയോപൾമണറി അറസ്റ്റ് ഇൻ ചിൽഡ്രൻ ഈസ് ബർത്ത് അസ്പേസിയ അല്ലെങ്കിൽ ഹൈപ്പോക്സിയ കേട്ടോ. ഹൈപ്പോക്സിയ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 18.
ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അല്ലെ. അപ്പോൾ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ നമ്മൾ കണക്കാക്കുന്ന ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പം ടു ദ patient is admitted in the ICU, it is connected to the ventilator, so there is getting infection through the improper practice അല്ലെ. അപ്പം improper practice കൊണ്ട് പേഷ്യൻറ്റ് ഗെറ്റിംഗ് ന്യൂമോണിയ ആണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ല ഗുഡായിട്ടുള്ള ഓറൽ കെയർ കൊടുക്കുക, അതായത് പീരിയോഡിക്കലി എവറി 4 hours ടു വിത്ത് മെട്രിക്കുലസ് ആയിട്ടുള്ള ഓറൽ കെയർ വിത്ത് ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് വെച്ച് കൊടുക്കുക. അതുപോലെ അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഇൻ സബ് ക്ലോട്ടിക് ഏരിയയിൽ അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഡ്രെയിൻ ഔട്ട് ചെയ്യുക. അതുപോലെ സക്ഷൻ ഓൺലി ആസ് നെസസറി, സക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലേ, പ്രൊഫൈലാക്റ്റിക്സ് കൊടുക്കുക. അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് ഹാൻഡ് ഹൈജീൻ ഓഫ് ദ ഹെൽത്ത് കെയർ പേഴ്സൺ അല്ലേ. ഓൾവേസ് ഹാൻഡ് ഹൈജീൻ, സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഗ്ലൗസ് ഫോർ എവരി പ്രൊസീജിയർ വെൻ പേഷ്യൻ്റ് കണക്റ്റഡ് ടു വെന്റിലേറ്റർ അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആൻഡ് ദ വാപ്പ് ബണ്ടിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ട പോയിന്റ്സുകളാണ് കേട്ടോ, അതൊക്കെ പഠിക്കേണ്ടതാണ്. സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ ആൻഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഗ്ലൗസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, if a child develops cyanosis early during tonic-clonic seizure, if not most appropriate intervention following by the nurse അല്ലേ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ചൈൽഡിൻ ടോണിക്-ക്ലോണിക് സീഷേഴ്സ്. അപ്പം ടോണിക് എന്ന് പറയുമ്പോൾ എന്താണെന്നു there is a stiffening of the muscle followed by clonic അല്ലേ, ഇറ്റ്സ് എ ജെർക്കി മൂവ്മെൻറ്റ് ഓഫ് ദ മസിൽ അല്ലേ. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അല്ലേ, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ നമ്മൾ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പം ടൈറ്റ് ആൻഡ് ചെയ്ത ക്ലോത്തുകളൊക്കെ ലൂസാക്കി കൊടുക്കുക, ഹെഡ് ഇഞ്ചറിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ പ്രോപ്പറായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക അല്ലേ. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻ്റർവെൻഷനും സജസ്റ്റ് ചെയ്യുന്നില്ല. സോ ചൈൽഡ് വിത്ത് ടോണിക്-ക്ലോണിക് സീഷർ ഇറ്റ് ഈസ് ആൻ ഒബ്സർവ് വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ കേട്ടോ. അപ്പം വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേപ്പ് വെയിൻ ഇസ് എ ടൈം റിലേറ്റഡ് ടു അല്ലെ. ഇപ്പം ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേപ്പ് വെയിൻ ഇസ് ഇൻഫോർമൽ, റിട്ടൺ, ഫോർമൽ, ഓറൽ കമ്മ്യൂണിക്കേഷൻസ് കേട്ടോ. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ്റെ പല ക്ലാസിഫിക്കേഷനിൽ വരുവാണ്. ഒരു ഓർഗനൈസേഷനിൽ 2 റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഫ്രം ഹയർ അതോറിറ്റിയിൽ 1 റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ, ഇനി മിഡിൽ അല്ലെങ്കിൽ ലോ ബോട്ടം ഓഫ് ദ അതോറിറ്റിയിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസ്, ഇവർ തമ്മിൽ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് അല്ലെ. ദർ ഈസ് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ചിലപ്പോൾ അത് ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാവാം, പർപ്പസ്ഫുള്ളി ഫോർ ദ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണോ. എനിവേ ദ ഹയർ റെപ്യൂട്ടഡ് പേഴ്സൺ ആൻഡ് ബോട്ടം റെപ്യൂട്ടഡ്, 2 റെപ്യൂട്ടഡ് പേഴ്സൺസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ബൈ ഏതാണ്, പേഴ്സണലി കമ്മ്യൂണിക്കേറ്റിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡോപ്പമിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ പേഷ്യൻറ്റ് ഓഫ് 80 kg to start a dopamine infusion of 10 mcg per kilogram per minute, how many ml per hour to be adjusted with dilution of 400 mg in 50 ml അല്ലേ. അപ്പോൾ നമുക്ക് ഇതറിയാം, നമുക്കറിയാം ഡോസ് ഡിസൈഡ് ബൈ ദ ഡോക്ടർ അല്ലേ, ഡിസൈഡഡ് ബൈ ദ ഡോക്ടർ ആൻഡ് ഡോസ് ഇൻ ദ ഹാൻഡ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ സ്റ്റോക്കിലുള്ള ഡോസിനെ ക്വാണ്ടിറ്റി കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഡോപ്പമിൻ ഇൻഫ്യൂഷൻ അറ്റ് 10 mcg per kilogram per minute അല്ലേ. അതാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലേ. അപ്പം 10 mcg ഗുണം കിലോഗ്രാം ഓൾറെഡി തന്നിട്ടുണ്ട്, 80 കിലോഗ്രാം ഗുണം മിനിറ്റ് അല്ലേ, മിനിറ്റ് ഈസ് 60 ഓക്കെ, പെർ അവറിലേക്കാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഡോസ് എന്ന് പറയുന്നത് 400 മില്ലിഗ്രാം അല്ലേ, 400 മില്ലിഗ്രാം ഈസ് അവർ ഡോസ്. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 ml ആണ് ക്വാണ്ടിറ്റി വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയാം. ഇവിടെ 0 വെട്ടിക്കളയാം, ഈ 0 വെട്ടിക്കളയാം അല്ലേ. അതുപോലെ തന്നെ 10 × 8 80 അല്ലേ എന്ന് പറയുമ്പോൾ 800 അല്ലേ, സോറി
4 വെട്ടിക്കളയാം. ഇനി അടുത്ത 4 വീണ്ടും നമുക്ക് 2 ആക്കാം, ഇവിടെ നമുക്ക് 3 ആക്കി മാറ്റാം. ഈ 2നെ ഇവിടെ 1 ആക്കാം, ഇവിടെ നമുക്ക് 4 ആക്കാം അല്ലെ. അപ്പോൾ ഇവിടെ ആൻസർ 4 into 3 അല്ലെ. 4 into 3 മീൻസ് എത്രയാണ്? 12. സോറി, 10 into 40, 10 into 4 40, 40 into 3 120 അല്ലെ. 120. സോറി ഒന്നും കൂടെ നോക്കട്ടെ. അപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഈസ് 10 mcg അല്ലേ. 10 mcg ഇൻറ്റു കിലോഗ്രാം ബോഡി വെയ്റ്റ് ഈസ് 80 kg ഇൻറ്റു 60 minutes ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 50 അല്ലേ, ഇൻറ്റു 50 ml. ഓക്കെ, അപ്പോൾ ഇവിടെ 0 എടുക്കാം, വെട്ടിക്കളയാം. അതുപോലെ ഈ 0 വെട്ടിക്കളയാം. ഇവിടെ 1, ഇവിടെ നമുക്ക് 2 എഴുതാം അല്ലെ. ഇവിടെ 2 എഴുതാം. ഓക്കെ, എനിവേ 6 into 2 6 into 5 അല്ലെ is equal to 30. 30 into 2 is 60 അല്ലെ. 60 into 10 is equal to 600 അല്ലെ. അപ്പോൾ ഇവിടെ mcgയിലാണ് 10 mcg, ഇവിടെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? മില്ലിഗ്രാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റണം അല്ലെ. അപ്പോൾ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ 6 ml അല്ലെ. 6 ml ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ആ കണക്ക് കൂട്ടി വന്നപ്പോൾ തെറ്റിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ 10 mcg ഇൻറ്റു 80 ഇൻറ്റു 60 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 400 mcg കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ 6 ml ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Next question. Pupillary asymmetry is called. Pupillary asymmetryയെ നമ്മളെപ്പോഴും വിളിക്കുന്നത് അഗ്രാഫിയ, അഗണോസിയ, അനിസോകോറിയ, അപ്കാർ അല്ലെ. Pupillary asymmetry is called anisocoria is the correct answer. Okay. Next question. The patient admitted with Guillain-Barré syndrome is having ascending paralysis up to the level of waist. The most essential item required to keep near the bedside. അപ്പോൾ ascending paralysis from starting from periphery to central അല്ലേ. അപ്പോൾ ഓൾറെഡി വേസ്റ്റ് ലെവൽ വരെ എത്തി. ഇനി അവിടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് സെർവിക്കൽ ലെവലിലാകുമ്പോൾ പേഷ്യൻ്റ് ഹാവിങ് റെസ്പിറേറ്ററി പാരാലിസിസ് അല്ലേ. അപ്പം ബ്രെത്ത് എടുക്കാൻ പറ്റില്ല. ദർ ഈസ് എ ചാൻസ് ഫോർ ഇൻറ്റുബേഷൻ അല്ലേ. ഇൻറ്റുബേഷൻ ഓർ ട്രക്കിയോസ്റ്റമി. ഓക്കെ, എനിവേ ദ ഇൻറ്റുബേഷൻ ട്രേ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് ഗസ് അസസ്മെൻറ്റ് ടെക്നിക് ഈസ് ടു ചെക്ക് അല്ലേ. ഗസ് അല്ലേ, ഗസ് അസസ്മെൻറ്റ് അല്ലെ ഗഗ്ഗിങ് ആൻഡ് സ്വാളോയിങ് സ്ക്രീനിങ് ടെസ്റ്റ് ഈസ് കോൾഡ് ഗസ് അസസ്മെന്റ് അല്ലെ. ഗഗ്ഗിങ് ആൻഡ് സ്വാളോയിങ് സ്ക്രീനിങ് അസസ്മെന്റ് ടെക്നിക് അല്ലെ. അവിടെ മെയിനായിട്ട് പേഷ്യൻ്റെ സ്വാളോയിങ് എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതിൽ ഡെഗ്ലൂട്ടിനേഷൻ നോക്കും, അതുപോലെ ഡ്രൂളിങ് ഓഫ് സലൈവ നോക്കും, പേഷ്യൻ്റെ സ്പീച്ച് നോക്കും, അതുപോലെ തന്നെ പേഷ്യൻ്റെ സ്വാളോയിങ് എബിലിറ്റി നോക്കും അല്ലെ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കും. എനിവേസ് എ ഗസ് ഈസ് എ അസസ്മെന്റ് ടെക്നിക് ടു ചെക്ക് ദ ഡിസ്ഫാജിയ കേട്ടോ. ഡിസ്ഫാജിയ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ദ നേഴ്സ് expect to note as a frequent complication of a child with congenital heart disease അല്ലെ. അപ്പോൾ ഫ്രീക്വൻ്റ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെ. അപ്പോൾ നമുക്കറിയാം കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികളുടെ എന്ത് ചെയ്യും? ഓക്സിജൻ കുറവായിരിക്കും അല്ലെ. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ളപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ, ലങ്സിലോട്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഓക്സിജനേഷൻ ഇൻ ദ ബ്ലഡ് ഈസ് ഡിക്രീസ് അല്ലെ. അപ്പം ദർ ഈസ് എ ചാൻസ് ഫോർ ഹൈപ്പോക്സിയ ദാറ്റ് ക്യാൻ ലീഡ് ടു ഇമ്മച്വർ RBC അല്ലെ. RBC ഇമ്മച്വർ ആയിട്ട് വരും. അപ്പോൾ RBC പ്രൊഡക്ഷൻ കുറയും. സെയിം ലൈക്ക് അതർ സെൽസ് അല്ലെ. ഹീമോഗ്ലോബിൻ, അതുപോലെ തന്നെ
മറ്റ് റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്, WBC, ഓൾ അല്ലെ, ഇറ്റ് ഈസ് ദ ലെവൽ വിൽ ബി ഡിക്രീസ് ആൻഡ് ദർ ഈസ് എ സസെപ്റ്റിബിലിറ്റി ടു ഫോർ ദ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെ. സസെപ്റ്റിബിലിറ്റി ടു ഇൻഫെക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് പേഷ്യൻറ്റ് അസൈനിങ് നീഡ് ഫോർ സ്പെസിഫിക് പേഴ്സണൽ? വിച്ച് ടൈപ്പ് ഓഫ് പേഷ്യൻറ്റ് അസൈൻമെൻറ്റ് നീഡ് സ്പെസിഫിക് പേഴ്സൺ അല്ലെ. അപ്പം പ്രൊഫഷണൽ വേയിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ഉള്ള ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു നേഴ്സിംഗ് കെയർ മോഡലാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ഫങ്ഷണൽ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ്, ഇൻഡക്ഷൻ ട്രെയിനിങ്ങിനെ നമ്മൾ സിമ്പിളായിട്ട് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയും. അപ്പം ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ആൻ ഓറിയൻറ്റേഷൻ അല്ലെ. അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ മെയിൻലി നമ്മൾ അതിൻ്റെ ഫിലോസഫി ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് കോമൺലി ഒരു ന്യൂലി എംപ്ലോയിക്ക് ഫിലോസഫി ഓഫ് ദ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഫോളോഡ് ബൈ അതിനുശേഷമാണ് വർക്ക് പ്ലേസ് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ഓക്കെ, സോറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ. നെക്സ്റ്റ്, ട്രാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാപ്പ് ഈസ് കോ റിലേറ്റഡ് ടു ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറയുമ്പോൾ ട്രാഡി ഡിസ്ക്ലേനേഷ്യ, റെസ്റ്റിംഗ് ട്രെമർ, അറ്റോണിസിറ്റി, അക്കസ്തീഷ്യ ആൻഡ് സീഡോ പാർക്കിൻസോണിസം അല്ലെ. ദീസ് ആർ ദ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രം അല്ലെ. എക്സ്ട്രാ പിരമിഡലിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് സെയിം ലൈക്ക് പാർക്കിൻസോണിസം കേട്ടോ. പാർക്കിൻസോണിസം ഓൾസോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, നോർമൽ pH ഓഫ് ദ ബ്ലഡ് അല്ലെ, എല്ലാവർക്കും അറിയാം 7.35 to 7.45 is the correct answer. ഓക്കെ, 7.35 to 7.45 is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിൻഡോ പീരീഡ് ഓഫ് ഇൻട്രാവീനസ് ത്രോംബോലൈസിസ് ഫോർ അക്യൂട്ട് സ്ട്രോക്ക് ഈസ് അല്ലെ. അപ്പം ത്രോംബോലൈറ്റിക് തെറാപ്പി വിത്ത് സ്ട്രെപ്റ്റോകൈനേസ് ഇറ്റ് ഈസ് മാക്സിമം ഓഫ് വിൻഡോ പീരീഡ് അല്ലെ, മാക്സിമം ഒരു 6 hours, വിത്തിൻ 6 hours ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് അല്ലെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 4.5 ഒക്കെ പറയുന്നുണ്ട്. എനിവേ 6 hours ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. ബുക്കുകളിലൊക്കെ ലെസ് ദാൻ 6 hours ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. The nurse in the coronary care should observe one of the most common myocardial infarction is one of the most common complication. Sorry, most common complication of myocardial infarction. അല്ലേ, myocardial infarction വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അരിത്മിയാസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 24 അരിത്മിയാസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ, ഏട്രിയൽ അരിത്മിയാസ് ആൻഡ് വെൻട്രിക്കുലാർ അരിത്മിയാസ് കേട്ടോ. അതിൽ ഏട്രിയൽ അരിത്മിയാസ് അല്ലെ, അതിൽ മെയിനായിട്ടും ബ്രാഡി കാർഡിയ ഒക്കെയാണ് ഫസ്റ്റ് 12 hours റിസ്ക്. ആഫ്റ്റർ 12 to 24 hours ദർ ഈസ് എ റിസ്ക് ഫോർ വെൻട്രിക്കുലാർ ഡിസരിത്മിയാസ് അല്ലെ. അപ്പോൾ അതിൽ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, പൾസ്ലെസ് വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ ദ ഫസ്റ്റ് 12 hours is for the atrial brady arrhythmias and after 12 to 24 hours the most common is ventricular arrhythmias കേട്ടോ. അപ്പം കാർഡിയാക് ഡിസരിത്മിയ is the correct answer for this question. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നേഴ്സിംഗ് ഓഡിറ്റ് അല്ലെ, ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ടു അസസ് ദ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ. അപ്പം ക്വാളിറ്റിയാണ് നമ്മളെപ്പോഴും ഓഡിറ്റിലൂടെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം നേഴ്സിംഗ് ഓഡിറ്റ് ഈസ് റിലേറ്റഡ് ടു അസസ് ദ ക്വാളിറ്റി ഓഫ് പേഷ്യൻറ്റ് കെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following site is not suitable for injection? അല്ലെ, upper outer quadrant of the buttocks അല്ലെ, നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നു, ഡോർസോ ഗ്ലൂട്ടിയൽ സൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും അപ്പർ ഔട്ടർ ക്വാഡ്രന്റ് ഓഫ്
buttocks. Okay. Next, lateral aspect of the thigh എന്ന് പറയുമ്പോൾ നമ്മൾ vastus lateralis എന്നുള്ള രീതിയിൽ പറയും അല്ലേ. ഇനി ഔട്ടർ ആസ്പെക്ട് ഓഫ് ഷോൾഡർ എന്ന് നമ്മൾ പറയില്ല. മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ തൈ നമ്മൾ റെക്ടസ് ഫീമോറിസ് എന്ന് പറയും അല്ലേ. അപ്പം നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ഇഞ്ചക്ഷൻ IM ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ദ ഔട്ടർ ആസ്പെക്ട് ഓഫ് ദ ഷോൾഡർ. ഷോൾഡറിൻ്റെ ഔട്ടർ ആസ്പെക്റ്റിൽ ചെയ്യാറില്ല ഇഞ്ചക്ഷൻസ്. ഓക്കെ. നെക്സ്റ്റ്, മാക്സിമം ലെങ്ത് ഓഫ് ദ നേഴ്സ് അലൗസ് ആൻ IV ബാഗ് സൊല്യൂഷൻ ടു ഇൻഫ്യൂസ് ദ പേഷ്യൻ അല്ലേ. ഒരു IV ബാഗിൻ്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 24 hours ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. മാക്സിമം ഇൻഫ്യൂഷൻ ടൈം ഈസ് 24 hours ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ദ സിംറ്റംസ് മോസ്റ്റ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഇൻക്രീസ് ഇൻട്രാക്രേനിയൽ പ്രഷർ. Of the following combination of symptoms, the most indicative of increase intracranial pressure. അപ്പോൾ ICP ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആൾവേസ് ICPയുടെ കോഡ് നമ്മൾ എന്താണ് പഠിക്കുന്നത്? SBI അല്ലേ. അതായത് എന്ത് ചെയ്യുന്നു? സിസ്റ്റോളിക് BP എലിവേറ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ ബ്രാഡികാർഡിയ, ദെൻ ഇൻക്രീസ് ടെമ്പറേച്ചർ അല്ലേ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കാനുള്ള SBI എന്ന് കോഡ് അല്ലേ. അപ്പോൾ ഇവിടെ സ്ലോ ബൗണ്ടിങ് പൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഡികാർഡിയ. റൈസിങ് ഓഫ് ബ്ലഡ് പ്രഷർ ആൻഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ, stupor. These are the features of increase ICP. Okay. ഇപ്പോൾ സ്ലോ ബൗണ്ടിങ് പൾസ്, റൈസിങ് ബ്ലഡ് പ്രഷർ, എലിവേറ്റഡ് ടെമ്പറേച്ചർ എല്ലാം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഹെൽത്ത്. നെക്സ്റ്റ്, WHO evolved the dose is the effective control of അല്ലേ. ഡോട്ട്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന for tuberculosis. DOTS is for the tuberculosis. Next, a nurse is removing an interlinked urinary catheter. Which of the following action is appropriate? Interlink അല്ലെങ്കിൽ silicone catheter അല്ലേ. silicone catheter റിമൂവ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ഷൻ അല്ലേ. അപ്പോൾ അവിടെ വിയർ സ്റ്റെറൈൽ ഗ്ലൗസ് നമുക്ക് ആവശ്യമില്ല. ക്ലീൻ ഗ്ലൗസ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. നെക്സ്റ്റ്, കട്ട് ദ ലൂമൻ ഓഫ് ദ ബലൂൺ. കട്ട് ചെയ്യാറില്ല അല്ലേ. ബലൂൺസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്യുന്നത് ചെയ്യാറില്ല. ജസ്റ്റ് നീഡിൽ അല്ലെങ്കിൽ സിറിഞ്ച് വെച്ച് എന്ത് ചെയ്തു? ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ റിലീസ് ചെയ്യുകയും ചെയ്യാറുണ്ട് അല്ലേ. ഡോക്യുമെന്റ് ദ ടൈം ഓഫ് റിമൂവൽ ഇസ് വെരി മസ്റ്റ് അല്ലേ. കാരണം നമുക്ക് കത്തീറ്റർ റിമൂവൽ ചെയ്തതിന് ശേഷം പേഷ്യൻറ്റ് വോയിഡ് ദ യൂറിൻ അല്ലേ. ദാറ്റ് വി നീഡ് ടു ചെക്ക് അല്ലേ. ഇപ്പം ഓപ്ഷൻ സി ഈസ് ദ. നെക്സ്റ്റ്, പൊസിഷൻ ദ പേഷ്യൻറ്റ് ടു ലെഫ്റ്റ് സൈഡ് അല്ല. കത്തീറ്റർ റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന പൊസിഷൻ ഈസ് ഡോഴ്സൽ റിക്കുമൻറ്റ് പൊസിഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് എടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ദ ടൈം ഓഫ് റിമൂവൽ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 38. In endotracheal suctioning, the nurse should remember that it is the important അല്ലേ. endotracheal ET സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് ഹൈപ്പർ വെന്റിലേഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സെക്ഷൻ അല്ലേ. ബിഫോർ സെക്ഷൻ മെയിൻലി ഓൾ കേസസ് ആൻഡ് ആഫ്റ്റർ സെക്ഷൻ മെയിൻലി ഫോർ ഹെഡ് ഇഞ്ചറി പേഷ്യൻറ്റ് ഓർ ഇൻക്രീസ് ICP പേഷ്യൻറ്റ്. ഓക്കെ. സോ ഫോർ ദ സെറിബ്രൽ ഓക്സിജനേഷൻ, ഓക്കെ, so in this case 100% oxygen before suctioning അല്ലേ. before suctioning 100% oxygenation, because in the suction period there is a chance for cold arrhythmia can lead to bradycardia and decrease oxygenation in the tissue, especially in the brain അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ ഓക്സിജനേറ്റഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സക്ഷനിങ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 39. Question number 39. Effective in terminating status epilepticus അല്ലേ. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഡയാസിപ്പിൻസ് അല്ലേ. ഡയസെപ്പാം അല്ലെങ്കിൽ ലോറാസെപ്പാം അല്ലേ. ഇവിടെ ഓപ്ഷൻ തന്നേക്കുന്ന ഡയസെപ്പാം അല്ലേ. ഡയസെപ്പാം ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, when performing a cardiac compression of an adult client, the nurse aware that the essential to exert the vertical downward pressure which depress the lower sternum at the level of 1.5 to 2 inch level വേണം എന്ത് ചെയ്യാൻ
when performing cardiac compression. അല്ലെ, cardiac compression ചെയ്യുമ്പോൾ at least 5 centimeter എന്ന് പറയുമ്പോൾ 2 inch will be the answer. അല്ലെ, അപ്പം 2 inch ഉള്ള ഒരേ ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അല്ലെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ DMEക്ക് ചോദിച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. The term used to interpret auditing of past event. അല്ലെ, പ്രസന്റിനെ നമ്മൾ കൺകറന്റ് എന്നും പാസ്റ്റിനെ നമ്മൾ റിട്രോസ്പെക്റ്റീവ് എന്നുള്ള വേർഡുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് question number 42. A broad statement of the purpose, duty, scope and responsibility associated with the job is called. അല്ലേ, ഇപ്പോൾ ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലേ, സ്റ്റേറ്റ്മെന്റ് എന്നൊരു വേർഡ് കിട്ടിയാൽ ആൻസർ ഇസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് when transporting a patient on a stretcher, the nurse makes sure that client arms does not hang down over the edge. By taking the precaution, the nurse prevent the injury. But transporting the patient on a stretcher, the nurse makes sure that client's arm does not hang down over the edge. അല്ലേ, അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് when transporting the patient on a stretcher, the nurse makes sure that the client arms does not hang down over the edge. By taking the precaution, the nurse prevent the injury. അല്ലെ, അപ്പോൾ ഇത് ആം സൈഡ് എഡ്ജിൽ ടച്ച് ചെയ്യാതിരിക്കും, ടച്ച് ചെയ്യാതെ നോക്കി അല്ലെ, നേഴ്സ് നോക്കി, അതായത് ഏത് ഈ നെർവിൻ്റെ ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാനാണ്. അല്ലെ, അപ്പോൾ ഇവിടെ ആമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആം പറയുമ്പോൾ നമ്മൾ അപ്പർ ബ്രേക്കിയൽ പ്ലക്സസ് അല്ലെ, ബ്രേക്കിയൽ പ്ലക്സസ് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ബ്രേക്ക് അല്ലെ. അപ്പം ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന അല്ലെ, രാമു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോഡ് ഇട്ട് പഠിക്കും. എനിവേ ഇറ്റ് ഈസ് ബ്രേക്കിയൽ പ്ലക്സസ് കേട്ടോ. ബ്രേക്കിയൽ പ്ലക്സസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒപ്റ്റിമം ടൈം ഫോർ സിംഗിൾ സ്വീപ്പ് എൻഡോട്രക്കിയൽ സക്ഷനിങ് അല്ലെ, എൻഡോട്രക്കിയൽ സക്ഷൻ്റെ ടൈം എന്ന് പറയുന്നത് സിംഗിൾ വൺ ഇൻസേഷൻ അല്ലെ. അപ്പോൾ സിംഗിൾ സ്വീപ്പിൽ 5 to 10 seconds ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ദ ഡ്രഗ് വിച്ച് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഇൻ എമർജൻസി ട്രോളി. ഡ്രഗ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഇൻ എമർജൻസി ട്രോളി അല്ലേ. അപ്പോൾ അഡ്രിനാലിൻ, അട്രോപ്പിൻ, ഹൈഡ്രോകോർട്ടിസോൺ ഒക്കെ ഇസ് ആൻ എമർജൻസി ഡ്രഗ്സ് ആണ്. ഹൈഡ്രോകോർട്ടിസോൺ അല്ലെ അനഫൈലാക്സിസ് കൊടുക്കുന്നു, അഡ്രിനാലിൻ ടു ഇൻക്രീസ് ദ BP, അട്രോപ്പിൻ ഫോർ പ്രിവെൻറ്റ് റാഡികാർഡിയ അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ എമർജൻസി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഒരിക്കലും പൊട്ടാസ്യം ക്ലോറൈഡ് എമർജൻസിയിൽ വെക്കരുത്, കാരണം എമർജൻസി മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് വി ആർ യൂസിങ് ബൈ ബോളസ് ഡോസ് ഓൺലി അല്ലേ. അപ്പം പൊട്ടാസ്യം ക്ലോറൈഡ് ഒരിക്കലും ബോളസ് ഡോസ് വരത്തില്ല. ഇറ്റ് ഈസ് ഗിവൻ വെരി സ്ലോലി ബൈ ദ ഇൻഫ്യൂഷൻ അല്ലെ, വിത്ത് ദ കറക്ഷൻ അല്ലെ, വിത്ത് 40 ml, 50 ml, 60 ml, ലൈക്ക് ദാറ്റ് വി വിൽ ഗീവ് വിത്ത് 500 ml or 1 liter saline only we will infuse അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും KCL will not be kept in the emergency trolley. It is a wrong practice. Okay, ഇവിടെ correct answer is option D. Injection potassium chloride is the correct answer. Next question. Soon after being admitted to the hospital for head injuries, a patient temperature rises 102 degree Fahrenheit. The nurse recognizes that this indicates the injury of. അപ്പം ടെമ്പറേച്ചർ റൈസ് ടു 102 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ. അപ്പം ടെമ്പറേച്ചർ റൈസ് ആവുന്നു, അപ്പോൾ ഏത് ഹെഡ് ഇഞ്ചറി? അപ്പം ടെമ്പറേച്ചർ കൺട്രോൾ സെന്റർ ഓഫ് ദ ബ്രെയിൻ, ഇറ്റ് ഈസ് സിംപ്ലി ഇറ്റ് ഈസ് ടോൾഡ് ആസ് ഹൈപ്പോതലാമസ് അല്ലെ. ഹൈപ്പോതലാമസ് ഈസ് ദ ടെമ്പറേച്ചർ കൺട്രോളർ ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 47. A patient is Question number 47. A patient is admitted to the emergency department with paroxysmal supraventricular tachycardia. What intervention is the nurse priority? Supraventricular tachycardia. The drug of choice is adenosine. SVT. SVT, drug of choice is adenosine. Okay. And paroxysmal ventricular tachycardia.
ഇതിൽ നമ്മൾ ലീഡോക്കെയിൻ യൂസ് ചെയ്യും കേട്ടോ. ഇവിടെ സുപ്രാബെൻഡ് SPVT അല്ലേ, അവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് അഡിനോസിൻ. റാപ്പിഡ് IV ബോളസ് ഓഫ് അഡിനോസിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Glasgow Coma Scale is the measure of level of consciousness. അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. നെക്സ്റ്റ്, the nurse should teach the patient to withhold the prescribed dose of digoxin if the patient experiencing അല്ലേ. ഡിജോക്സിന്റെ ഫസ്റ്റ് സൈഡ് ഇഫക്റ്റ് അല്ലെ, early toxicity with anorexia, nausea, vomiting followed with halos lightus around the light or blurred vision അല്ലെ. ഇപ്പം blurred vision is the correct answer. Okay, next. While a pacemaker of a catheter being inserted, the client heart drops to 38. The nurse should expect the doctor to order അല്ലെ. ഇപ്പം 38 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്രാഡികാർഡിയ അല്ലെ. ബ്രാഡികാർഡിയ വി ക്യാൻ നീഡ് ടു റൈസ് ദ പൾസ് റേറ്റ് അല്ലെ. പൾസ് റേറ്റ് റൈസ് ചെയ്യാൻ വേണ്ടി ബ്രാഡികാർഡിയ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് എമർജൻസി ഡ്രഗ് അട്രോപ്പിൻ സൾഫേറ്റ് കേട്ടോ. അപ്പോൾ അഡ്രിനാലിൻ 1 mg വെച്ച് കൊടുക്കുകയാണെങ്കിൽ അട്രോപ്പിൻ 0.5 mg വെച്ച് എന്ത് കൊടുക്കും, ഡോസ് കൊടുക്കും. 3 mg-യോളം ബോളസ് ഡോസ് വരും. ഓക്കെ, എനിവേ അതൊക്കെ ഇനിയുള്ള ക്വസ്റ്റ്യൻസുകളിലുണ്ട്. ശ്രീത്രയുടെ പല ക്വസ്റ്റ്യൻസ് പേപ്പറിലും ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇനിയും നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതിൻ്റെ ബാലൻസ് ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം, ടൈം അനുസരിച്ചൊക്കെ അപ്ലോഡ് ചെയ്യാം. ക്ലാസ്സൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. ഓക്കെ, എനിവേ ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.